ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 11ാമത്തെ ദശകം നോക്കാം. 1ാമത്തെ ശ്ലോകം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാസനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുതമന്ദിരേശാം. പദമുറിച്ച് പറയാം. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാപി ദിവ്യാഃ സനഗാദയഃ തേ സനഗാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുത മന്ദിരേശ. സർഗേ ക്രമേണ പരിവർദ്ധമാനേ, സൃഷ്ടി അങ്ങനെ ക്രമത്തിൽ വർദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ കഥാപി ഒരു ദിവസം ദിവ്യന്മാരായ തേ സനഗാദയഃ ആ സനഗാദികൾ മാരുത മന്ദിരേശ ഗുരുവായൂരപ്പ ഭവത് വിലോകായ അങ്ങയെ കാണുവാനായിട്ട് വികുണ്ഠലോകം വൈകുണ്ഠ ലോകത്തിൽ പ്രഭേദിരെ എത്തിച്ചേർന്നു. ഈ ദശകത്തിൽ സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തി, അതുപോലെ ജയവിജയ ശാപം, ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ എന്നിവരുടെ ജനനം എന്നിങ്ങനെ വർണ്ണിക്കുകയാണ്. സൃഷ്ടി അങ്ങനെ പടിപടിയായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരും പരമഭക്തരുമായ സനകാദി മഹർഷിമാർ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിൽ എത്താണ്. ഇനി 2ാമത്തെ ശ്ലോകം. മനോജ്ഞ നൈശ്രേയസ കാനനാദൈരനേകവാപി മണിമന്ദിരേശ്ച അലോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാഃ. പദമുറിച്ച് പറയാം. മനോജ്ഞ നൈശ്രേയസ കാനന ആദേഹി അനേക വാപി മണിമന്ദിരൈഃ ച. മനോജ്ഞ നൈശ്രേയസ കാനനാദ്യൈരനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതഃ നികേതം ഭവതോ നികേതം മുനീശ്വരാഃ പ്രാപുഃ അതീതകക്ഷ്യാഃ പ്രാപുരതീതകക്ഷ്യാഃ. മുനീശ്വരാഃ സനകാദികളായ മുനീശ്വരന്മാർ അതീതകക്ഷ്യാഃ മതിൽക്കെട്ടുകൾ കടന്ന് മനോജ്ഞ മനോഹരമായ നൈശ്രേയസ കാനന ആദേഹി നൈശ്രേയസം കാനനം നൈശ്രേയസം എന്ന ഉദ്യാനം. അപ്പോൾ നൈശ്രേയസം എന്ന ഉദ്യാനം തുടങ്ങി ആദേഹി തുടങ്ങി അനേക വാപി അനേകം തടാകങ്ങളെ കൊണ്ടും മണിമന്ദിരേഹിച്ച മണിമന്ദിരങ്ങളെ കൊണ്ടും അനോപമം ഉപമിക്കാൻ സാധിക്കാത്ത ഭവതഃ അങ്ങയുടെ തം നികേതം ആ വാസസ്ഥലത്തെ പ്രാപിച്ചു ഭഗവാന്റെ വാസസ്ഥാനത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു എന്നർത്ഥം. വൈകുണ്ഠത്തിലുള്ള ഉദ്യാനത്തിന് നൈശ്രേയസം എന്നാണ് പേര്. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പുഷ്പഫല സമൃദ്ധി കൊണ്ട് എല്ലായ്പ്പോഴും പ്രകാശിച്ച് കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ സകല അഭീഷ്ടങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന വൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും ആനന്ദപ്രദവുമാണ് നൈശ്രേയസം എന്ന ഉദ്യാനം. വൈകുണ്ഠലോകത്തിൽ 7 മതിൽക്കെട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 6 മതിൽക്കെട്ടും കടന്ന് 7ാം മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഭഗവാന്റെ വാസസ്ഥലം. അപ്പോൾ അതിൻ്റെ ഗോപുരവാതിൽക്കലാണ് സനകാദികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി 3ാമത്തെ ശ്ലോകം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപകോപ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. പദമുറിച്ച് പറയാം. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്ഥൗ ജയസ്താൻ വിജയഃ അഭി അരുന്ധാം വിജയോപ്യരുന്ധാം തേഷാം ച ചിത്തേ പദമാപ കോപഃ സർവം ഭവത് പ്രേരണയൈവ ഭൂമൻ. ഭവത് ദിദൃക്ഷൂൻ അങ്ങയെ കാണുവാൻ വേണ്ടിയിട്ട് ഭവനം വിവിക്ഷൂൻ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എന്ന് പറയുമ്പോൾ അകത്തേക്ക് കടക്കാൻ ഭാവിക്കുന്ന താൻ
ദ്വാസ്തൗ കാവൽക്കാരായ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായ ദ്വാരപാലകരായ ജയ വിജയ അഭി ജയനും വിജയനും അരുന്ധാം തടഞ്ഞു. തേഷാം അവരുടെ എന്ന് പറയുമ്പോൾ സനകാദികളുടെ ചിത്തെ മനസ്സിൽ കോപഹ കോപം പദം ആപ ച സ്ഥലം പിടിക്കുകയും ചെയ്തു. രാഗദ്വേഷാദികളില്ലാത്ത ആത്മജ്ഞാനികളായ സനകാദികൾക്ക് പോലും കോപം വന്നു എന്നാണ് പറയുന്നത്. ഭൂമൻ ഹേ ഗുരുവായൂരപ്പ സർവം ഭവത് പ്രേരണയ ഏവ എല്ലാം അങ്ങയുടെ പ്രേരണ തന്നെയാണല്ലോ. തസ്യ ഇച്ഛാംബിന തൃണമഭി ന കമ്പയേതെന്നാണ്. ഭഗവാന്റെ അറിവോടെ അല്ലാതെ ഒരു പുൽക്കൊടി പോലും ഈ പ്രപഞ്ചത്തിൽ അനങ്ങുന്നില്ല എന്നാണ്. വൈകുണ്ഠത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയ സനകാദികൾ അകത്തേക്ക് കടക്കാൻ ഭാവിച്ചപ്പോൾ ദ്വാരപാലകരായ ജയവിജയന്മാർ സനകാദികളെ തടഞ്ഞു. മറ്റു ദേവന്മാർ നോക്കി നിൽക്കെ അത്യന്തം സമ്പൂജ്യനായിരിക്കുന്ന സനകാദികളെ അകത്ത് കടക്കാൻ സമ്മതിക്കാതെ ജയവിജയന്മാർ തടഞ്ഞു നിർത്തിയപ്പോൾ ഭഗവാനെ പെട്ടെന്ന് തന്നെ കാണാൻ തിടുക്കപ്പെട്ട് വന്ന സമയത്ത് ആ ആഗ്രഹം തടസ്സപ്പെട്ടതുകൊണ്ട് ആ ആഗ്രഹത്തിൽ നിന്നുണ്ടായ കോപം അവരുടെ കണ്ണുകളിൽ ഇടം പിടിച്ചു. പരമഭക്തരായ സനകാദികൾക്കും കോപം വന്നു എന്ന് അർത്ഥം. ഇനി 4-ാമത്തെ ശ്ലോകം. വൈകുണ്ഠലോകാനുജിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തിതി നേമധുസ്ഥാൻ. പദം മുറിച്ച് പറയാം. വൈകുണ്ഠലോക അനുജിത പ്രജേഷ്ടൗ വൈകുണ്ഠലോകാനുജിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിഃ ന അസ്തു ഇതി ഹരിസ്മൃതിർനോസ്ത്വിതി നേമധുസ്ഥാൻ. വൈകുണ്ഠലോക അനുചിത പ്രജേഷ്ടൗ വൈകുണ്ഠലോകത്തിന് ഉചിതമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന കഷ്ടോ യുവാം ദുഷ്ടസ്വഭാവികളായ യുവാം നിങ്ങൾ രണ്ടുപേരും ജയവിജയന്മാരെ ദൈത്യഗതിം അസുരഗതിയെ ഭജേതം പ്രാപിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ. ഇതി എന്ന് പ്രശപ്തൗ ശപിക്കപ്പെട്ട ഭവത് ആശ്രയൗ ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരായ തൗ രണ്ടുപേരും ജയവിജയന്മാരെ നഹ ഞങ്ങൾക്ക് ഹരിസ്മൃതി ഭഗവത് സ്മരണ അസ്തു ഉണ്ടാകണേ ഇതി എന്ന് പറഞ്ഞിട്ട് താൻ അവരെ സനകാദികളെ നേമധുഹു നമസ്കരിച്ചു. വൈകുണ്ഠലോകത്തിന് ഇണങ്ങാത്ത പ്രവൃത്തി ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി തീരട്ടെ എന്ന് സനകാദികൾ ശപിക്കുകയാണ്. വൈകുണ്ഠത്തിലെത്തുവാൻ ഭാഗ്യം സിദ്ധിച്ചവരെല്ലാം തന്നെ ബ്രാഹ്മണ ഭക്തി സമഭാവം എന്നിവയെല്ലാം ഉള്ളവരാണ്. സ്വതേ കപട സ്വഭാവമുള്ള ആളുകൾ മറ്റുള്ളവരിലും ആ സ്വഭാവം ഉണ്ടെന്ന് സംശയിക്കും. അത് സാധാരണമാണ്. ആ ഭേദഭാവം ഞാൻ എൻ്റെ എന്ന ഭാവം അങ്ങനെ ഒരു ഭാവം ഇല്ലാത്തവരാണ് വൈകുണ്ഠവാസികൾ. അതുകൊണ്ട് ഭേദഭാവം ഉള്ള ജയവിജയന്മാർ പാപബഹുലങ്ങളായ ലോകങ്ങളിലേക്ക് പോയിട്ട് കാലാന്തരത്തിൽ ഭേദഭാവന എന്ന ദോഷത്തിൽ നിന്ന് മുക്തരാവണം. അതുവരെ അസുരന്മാരായി തീരട്ടെ എന്ന് ശപിക്കുകയാണ്. അധോലോകത്തിൽ ജനിച്ചാലും ഭഗവത് ഭക്തി ഉണ്ടാകണേ എന്ന് പറഞ്ഞ് ജയവിജയന്മാർ മുനിമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പരമസാത്വികമായ വൈകുണ്ഠലോകത്തിന് ചേരാത്തതാണ് ഭഗവാനെ കാണാൻ വരുന്നവരെ തടയുക എന്നത്. അത് ചെയ്ത ജയവിജയന്മാർക്ക് വൈകുണ്ഠവാസത്തിന് അർഹതയില്ല എന്നാണ് സനകാദികളുടെ അഭിപ്രായം. ഇനി 5-ാമത്തെ ശ്ലോകം. തദേതദാജ്ഞായ ഭവാനവാപ്ത സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുരാനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. പദം മുറിച്ച് പറയാം. തദേതദാജ്ഞായ ഭവാൻ അവാപ്തഃ സഹ ഏവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വര അംസ അർപ്പിത ചാരുബാഹു ആനന്ദയൻ താൻ അഭിരാമമൂർത്തിയ.
ഖഗേശ്വരാംസാർപ്പിത ചാരുബാഹുരാനന്ദയം സ്ഥാനഭിരാമമൂർത്തിയ. അംബുജാക്ഷ, താമരക്കണ്ണ, ഭഗവാനെ, ഭവാൻ അവിടുന്ന് തത് ഏതത് ആജ്ഞായ, തത് ഏതത് ആജ്ഞായ, ആ കാര്യം അറിഞ്ഞിട്ട്, സനകാദികളെ തടഞ്ഞതായിട്ട് അറിഞ്ഞിട്ട്, ലക്ഷ്മ്യാ സഹ ഏവ, ലക്ഷ്മീ ദേവിയോടുകൂടി തന്നെ പത്നി സമേതനായിട്ട്, ഖഗേശ്വര അംസ അർപ്പിത, ഗരുഡൻ്റെ ചുമലിൽ വെച്ച ചാരുബാഹു, മനോഹരമായ തൃക്കൈ, ഗരുഡൻ്റെ ചുമലിൽ തൃക്കൈ വെച്ചിട്ട് എന്നർത്ഥം. ഇടത്തെ കൈയെ ഗരുഡൻ്റെ മീതെ വെച്ചും വലത്തെ കൈക്കൊണ്ട് തണ്ടോടുകൂടിയ ഒരു താമരപ്പൂവിനെ ചലിപ്പിച്ചുകൊണ്ടും എന്ന് ഭാഗവതം. അഭിരാമമൂർത്തിയ, സൗന്ദര്യാതിശയത്തോടുകൂടിയ താൻ അവരെ, ആ സനകാദികളെ ആനന്ദയൻ, ആനന്ദിപ്പിച്ചുകൊണ്ട്, ബഹിഹി അവാപ്ത, പുറത്തേക്ക് വന്നു. ലക്ഷ്മി ഭഗവതിയോട് കൂടിയിട്ട് ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ സനകാദികളുടെ അടുത്തേക്ക് വന്നത്. ജയവിജയന്മാർ സനകാദി മുനിമാരെ തടഞ്ഞു നിർത്തിയതായിട്ട് അറിഞ്ഞിട്ട്, ലക്ഷ്മി സമേതനായിട്ട് ഗരുഡാരൂഢനായിട്ട് ദർശനമാത്രയിൽ തന്നെ ആനന്ദിപ്പിക്കുവാൻ തക്ക സൗന്ദര്യമുള്ള താമരപ്പൂ പോലെ ഇരിക്കുന്ന കണ്ണുകളോടുകൂടിയ ഭഗവാൻ, താമരക്കണ്ണനായ ഭഗവാൻ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. ഇനി 6-ാമത്തെ ശ്ലോകം. പ്രസാദ്യഗീർഭിസ്തുവദോ മുനീന്ദ്രാനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാമുപേദമിത്യാത്തകൃപം ന്യഗാദീഹി. പദം കുറിച്ച് പറയാം. പ്രസാദ്യ ഗീർഭിഃ സ്തുവദഃ മുനീന്ദ്രാൻ അനന്യനാഥാവത, മുനീന്ദ്രാൻ അനന്യനാഥൗ അഥ, അനന്യനാഥൗ അഥ, മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗ തൗ സംരംഭയോഗേന ഭവൈഃ സ്ത്രീഭിഃ മാം ഉപേദം ഇതി ആത്തകൃപം ന്യഗാദീഹി. ഭവൈസ്ത്രിഭിർമാമുപേദമിത്യാത്തകൃപം ന്യഗാദീഹി. സ്തുവദഃ മുനീന്ദ്രാൻ, സ്തുതിക്കുന്ന മുനീന്ദ്രാൻ സനകാദികളെ, ഗീർഭിഃ നല്ല വാക്കുകളെ കൊണ്ട്, പ്രസാദ്യ സന്തോഷിപ്പിച്ചിട്ട്, അഥ അനന്തരം, അനന്യനാഥൗ തൗ പാർഷദൗ വേറെ നാഥനില്ലാത്ത ആ പാർഷദന്മാരോട്, ജയവിജയന്മാരോട്, സംരംഭയോഗേന കോപത്തോടുകൂടിയുള്ള സ്മരണയോടുകൂടി, ത്രിഭി ഭവൈഹി 3 ജന്മങ്ങളെ കൊണ്ട്, മാം എന്നെ, ഉപേദം പ്രാപിക്കുക, ഇതി എന്ന്, ആത്തകൃപ കരുണയോടുകൂടിയിട്ട്, ന്യഗാദീഹി അരുളി ചെയ്തു. അപ്പോൾ ഗരുഡാരൂഢനായിട്ട് ലക്ഷ്മി സമേതനായിട്ട് പുറത്തേക്ക് വന്ന ഭഗവാനെ കണ്ടപ്പോൾ സനകാദികൾ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ സ്തുതിക്കുന്ന സനകാദികളെ നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട്, മറ്റാരും ആശ്രയമില്ലാതെ ഭഗവാനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ജയവിജയന്മാരോട്, എന്നിലെ ക്രോധരൂപമായ ഭാവത്തെ സ്വീകരിച്ചിട്ട് നിരന്തര സ്മരണരൂപമായ സമാധിയോഗത്താൽ ബ്രാഹ്മണരെ തിരസ്കരിച്ചതുകൊണ്ടുണ്ടായ പാപത്തെ അനുഭവിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വരണം എന്ന് ദ്വാരപാലകന്മാരോട് ഭഗവാൻ കൽപ്പിക്കുന്നു. അപ്പോൾ ഈശ്വര സന്നിധിയിൽ എല്ലാവരും തുല്യരാണ്. ഭഗവാന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല. സനകാദികളെയും ജയവിജയന്മാരെയും ഒരുപോലെ ഇവിടെ ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ജയവിജയന്മാരെ സനകാദികളാൽ ശപിക്കപ്പെട്ടവരും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ആയിത്തീർന്നു. ഇനി 7-ാമത്തെ ശ്ലോകം. ത്വദീയഭൃത്യാവത കാശ്യപാത്തൗ സുരാരിവീരാവുദിതൗ ദിദൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. പദം മുറിച്ച് പറയാം. ത്വദീയ ഭൃത്യൗ അഥ, ത്വദീയ ഭൃത്യാവധ കാശ്യപാത് കാശ്യപാത്തൗ സുരാരിവീരൗ ഉദിതൗ സുരാരിവീരാവുദിതൗ ദിദൗ സന്ധ്യാ സമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമൗ ഇവ അന്യൗ യമാവിവാന്യൗ.
അഥ അതിനുശേഷം ത്വദീയ ഭൃത്യൗ അങ്ങയുടെ ഭൃത്യന്മാരെ കാശ്യപാത് കശ്യപ പ്രജാപതിയിൽ നിന്ന് ദിതൗ ദിതി എന്ന പത്നിയിൽ ദൗ സുരാരിവീരൗ അസുരവീരന്മാരായിട്ട് ഉദിതൗ ജനിച്ചു. സന്ധ്യാസമയത്ത് സമുത്പാദന ജനിപ്പിച്ചതുകൊണ്ട് കഷ്ടചേഷ്ടവും ക്രൂര സ്വഭാവമുള്ളവരും യമൗച്ച ഇരട്ടയായി പിറന്നവരും ആയ അവര് ലോകത്തിന് അന്യൗ വേറെ 2 യമന്മാരെ പോലെ ആയിത്തീർന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു യമൻ ഈ ലോകത്തിലുണ്ട്. ഈ 2 പേരുടെ പ്രവൃത്തികൾ കണ്ടാൽ വേറെ 2 യമന്മാരാണോ എന്ന് തോന്നും എന്ന് മേൽപ്പത്തൂര് പറയാണ്. സനകാദികളാൽ ശപിക്കപ്പെട്ടും ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ജയവിജയന്മാര് ആദ്യം ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നിവരായിട്ടും പിന്നീട് രാവണ കുംഭകർണനായിട്ടും പിന്നീട് ശിശുപാല ദന്തവക്ത്രന്മാരായിട്ടും വിദ്വേഷ ഭക്തിയോടുകൂടിയിട്ട് 3 ജന്മം കൊണ്ട് വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. ഏന കേനാഭ്യുപായേന മനഃകൃഷ്ണേ നിവേശയേതെന്നാണ് അല്ലേ. ഏത് വിധത്തിലാണെങ്കിലും മനസ്സിനെ ഭഗവാനിൽ ചേർത്ത് നിർത്തണം. അപ്പോൾ ഈ ശ്ലോകത്തിൽ ശാപം കിട്ടിയതിന് ശേഷം ജയവിജയന്മാർ ആദ്യം കശ്യപൻ്റെയും ദിതിയുടെയും പുത്രന്മാരായിട്ട് അസുരവീരന്മാരായിട്ട് സന്ധ്യാസമയത്ത് ജനിപ്പിച്ചതുകൊണ്ട് ക്രൂര സ്വഭാവമുള്ളവരും ആയിത്തീർന്നു. ഇനി 8ാമത്തെ ശ്ലോകം. ഹിരണ്യപൂർവകശിബുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്ധാം നിജവാസനാന്ധൗ. പദമുറിച്ച് പറയാം. ഹിരണ്യപൂർവക കശിബുഃ കിലൈകഃ പരഃ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥം അശേഷലോകം രുഷാ നിരുന്ധാം നിജവാസനാന്ധൗ. ഏകഃ ഹിരണ്യപൂർവഃ. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം. ഏകൻ എന്ന് പറയുമ്പോൾ ആ 2 പേരിലെ ഒരുവൻ ഹിരണ്യകശിപു കില ആണത്രേ. അതിൽ ഒരുവൻ ഹിരണ്യകശിപു ആണത്രേ. പരഹ മറ്റേവൻ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഹിരണ്യാക്ഷൻ എന്ന് പേര് കേട്ടവനാണ്. ഹിരണ്യാക്ഷൻ ഹിരണ്യത്തിൽ സ്വർണത്തിൽ കണ്ണുവെച്ചിരിക്കുന്നവൻ. ഉഭൗ 2 പേരും നിജവാസന അന്ധൗ ജന്മാന്തര വാസനയാൽ കണ്ണു കാണാത്തവരായിട്ട് മോഹിതരായിട്ട് രുഷ കോപം കൊണ്ട് ഭഗവാനെ ഭവന്നാഥം അശേഷലോകം അങ്ങ് നാഥനായിട്ടുള്ള മുഴുവൻ ലോകങ്ങളെയും നിരുന്ധാം തടുത്തു നിർത്തി. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഭഗവാനെ കാണാൻ ചെന്ന സനകാദികളെ തടയുകയാണ് ജയവിജയന്മാർ ചെയ്തത്. അപ്പോൾ ഈ ജന്മത്തിൽ ലോകത്തിന് നാഥനായിട്ട് ഭഗവാനുണ്ട് എന്ന വസ്തുതയെ വകവയ്ക്കാതെ അവർ ലോകജനതയെ ദ്രോഹിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഇനി 9ാമത്തെ ശ്ലോകം. തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ. പദമുറിച്ച് പറയാം. തയോഃ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രഃ തയോർഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ. തയോഃ അവരിലെ മഹാസുരേന്ദ്ര ഹിരണ്യാക്ഷ അസുരരിൽ പ്രധാനിയായ ഹിരണ്യാക്ഷന് രണായ യുദ്ധം ചെയ്യാൻ വേണ്ടി ധാവാൻ ഓടി നടക്കുന്നവനായിട്ട് വൈരീ അനവാപ്ത ശത്രുവിനെ കിട്ടാത്തതിനാൽ ഭവത്പ്രിയാം ഭഗവാനെ അവിടുത്തെ പ്രിയയായ ക്ഷ്മാം ഭൂമിദേവിയെ സലിലെ വെള്ളത്തിൽ നിമജ്യ മുക്കിയിട്ട് ഗർവത്തോടു കൂടിയിട്ട് അട്ടഹസിച്ചിട്ട് ഗതാവാൻ ചചാര ഗതയുമായിട്ട് സഞ്ചരിച്ചു. അപ്പോൾ അവരെ 2 പേരിൽ ഹിരണ്യാക്ഷൻ
തന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് ഓടി നടന്നു എന്നാണ്. ആരെയും കിട്ടാതെ ഭഗവാന്റെ പത്നിയായ ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കിയിട്ട് ഗർഭിഷ്ഠനായിട്ട് അട്ടഹസിച്ചുകൊണ്ട് ഗദയുമായിട്ട് സഞ്ചരിച്ചു. ഇനി 10ാമത്തെ ശ്ലോകം. തതോ ജലേശാ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിധേ ത്വം നിരുന്ധിരോഗാൻ മരുദാലയേശാം. പദം മുറിച്ച് പറയാം. തതഃ ജലേശാത്, തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഗവേഷയം സ്വാം ഭക്ത ഏകദൃശ്യഃ ഭക്തേകദൃശ്യഃ സ കൃപാനിധേ ത്വം നിരുന്ധി രോഗാൻ മരുദാലയേശ. തതഃ ആ സമയത്ത് ജലേശാത് വരുണനിൽ നിന്ന്, ജലത്തിൻ്റെ ഈശൻ ജലേശൻ വരുണനിൽ നിന്ന് ഭവന്തം സദൃശം നിശമ്യ ഭഗവാൻ തനിക്ക് സദൃശനാണെന്ന് കേട്ടിട്ട് ത്വാം അങ്ങയെ ഗവേഷയൻ അന്വേഷിച്ചുകൊണ്ട് ബഭ്രാമ ഭ്രാമ കൃപാനിധേ മരുദാലയേശ കൃപാസാഗരമായ ഗുരുവായൂരപ്പ ഭക്തൈകദൃശ്യ ഭക്തന്മാർക്ക് മാത്രം ദൃശ്യനായ ഭക്തന്മാർക്ക് മാത്രം കാണാൻ സാധിക്കുന്ന സഹ ത്വം അവിടുന്ന് രോഗാൻ നിരുന്തി എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ. ഏത് ലോകത്തിൽ പോയാലാണ് തനിക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഒരാളെ കിട്ടുക എന്ന് അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്ന ഹിരണ്യാക്ഷൻ സ്വർഗലോകത്തിലേക്ക് പ്രവേശിച്ചു. ഹിരണ്യാക്ഷനെ കണ്ട് ഭയപ്പെട്ട ദേവന്മാർ ഓരോരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഒളിച്ചിരുന്നു. ആരെയും യുദ്ധത്തിന് കിട്ടാതെ ഹിരണ്യാക്ഷൻ സ്വർഗത്തിൽ നിന്ന് മടങ്ങി സമുദ്രത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ കുറേ കാലം കഴിഞ്ഞപ്പോൾ വരുണൻ്റെ രാജധാനിയിലെത്തി. എന്നിട്ട് വരുണദേവനെ യുദ്ധത്തിന് വിളിക്കുകയാണ്. ജലേശനായ വരുണൻ കോപം ഉള്ളിലടക്കിക്കൊണ്ട് നിനക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളത് പരമപുരുഷന് മാത്രമാണ് എന്ന് വരുണൻ്റെ ആ നിർദ്ദേശം അനുസരിച്ച് നാരദ മഹർഷിയിൽ നിന്ന് ഭഗവാന്റെ വാസസ്ഥലം മനസ്സിലാക്കിയിട്ട് ഹിരണ്യാക്ഷൻ രസാതലത്തെ പ്രാപിച്ചു. ഇവിടെ ഹിരണ്യാക്ഷനെ പോലെ തന്നെ ഒരു രോഗം തന്നെയും പിടികൂടിയിരിക്കുകയാണെന്നും ആ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് ഈ ദശകം ഉപസംഹരിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ.